നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാട പർവ്വത്തിലെ ഉപ അധ്യായമായിട്ടുള്ള പാണ്ഡവ പ്രവേശപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവരെ 12 വർഷത്തെ വനവാസത്തിന് ശേഷം അജ്ഞാതവാസത്തിനായിട്ട് വിരാടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യരാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെ ഏതൊക്കെ വേഷമെടുക്കണം, എന്തൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് കേൾക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ അടുത്ത എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ എന്താണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിയോട് കൂടിയിട്ട് സ്മരിക്കുകയാണ്. നമ്മൾ മഹാഭാരതം വളരെ വിശദമായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വിദ്വാൻ ഗർഭകാശമാണ് ഇതിന് ഏറ്റവും വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ ഗദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാണ്ഡവപ്രവേശപർവത്തിലെ പുതിയ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. വൈശമ്പായനൻ പറഞ്ഞു, മനോഹരമായ വിരാടനഗരിയിലേക്ക് പ്രവേശിക്കുവാൻ യുധിഷ്ഠിരൻ ഭുവനേശ്വരിയായിട്ടുള്ള ദുർഗാദേവിയെ മനസ്സുകൊണ്ട് സ്തുതിച്ചു. ദുർഗാസ്തവം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണിത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മലയാളം പരിഭാഷ ഞാനിവിടെ പറയുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, യശോദ പ്രസവിച്ചവളും നാരായണൻ ഏറ്റവും പ്രിയപ്പെട്ടവളും നന്ദഗോപൻ്റെ വംശത്തിൽ ജനിച്ചവളും മംഗളത്തെയും കുടുംബത്തെയും വർദ്ധിപ്പിക്കുന്നവളും കംസനെ വിറപ്പിച്ചവളും അസുരന്മാരെ നശിപ്പിച്ചവളും പാറപ്പുറത്തടിച്ചപ്പോൾ ആകാശത്തേക്ക് ഉയർന്നവളും വസുദേവൻ്റെ സഹോദരിയുമായിട്ടുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ദിവ്യമായ മാല അണിഞ്ഞവളെ, ദിവ്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച ദേവി, വാളും പരിചയവും ഏന്തിയവളെ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. പുണ്യമായിട്ടുള്ള ഈ സ്തുതികളാൽ ഈ ശിവയെ സ്തുതിക്കുന്നവരെ ചെളിയിൽ താണുപോയ പശുക്കളെ എന്ന പോലെ അവൾ കരകയറ്റുന്നതാണ്. ആ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാനായി പലതരത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് അനുജന്മാരോടൊപ്പം യുധിഷ്ഠിരൻ വീണ്ടും സ്തുതിച്ചു. വരങ്ങൾ നൽകുന്നവളെ, കൃഷ്ണവർണ്ണമുള്ളവളെ, കുമാരി, ബ്രഹ്മചാരിണി, ഉദയസൂര്യൻ്റെ തിളക്കമുള്ളവളെ, പൂർണ്ണചന്ദ്രൻ്റെ മുഖമുള്ളവളെ, 4 കൈകളുള്ളവളെ, 4 മുഖമുള്ളവളെ, മനോഹരമായ ആകൃതിയുള്ളവളെ, നീ വിഷ്ണുപത്നിയായ ലക്ഷ്മിയെപ്പോലെ ശോഭിക്കുന്നു. ആകാശത്ത് സഞ്ചരിക്കുന്നവളെ, നിന്റെ രൂപവും ബ്രഹ്മചര്യവും വ്യക്തമാണല്ലോ. കറുത്ത വസ്ത്രം ധരിച്ച നീ കൃഷ്ണനോടും ബലരാമനോടും തുല്യാണല്ലോ. ഇന്ദ്രൻ്റെ കൊടിമരം പോലെ വലിയ കൈകളുള്ളവളല്ലേ നീ. പാത്രവും പത്മവും മണിയും ധരിച്ച പരിശുദ്ധയായവളെ, കയറും വില്ലും ചക്രവും മറ്റു ആയുധങ്ങളും ധരിച്ചവളെ, കാതുകൾ നിറയുന്ന വിധം കുണ്ടലങ്ങൾ അണിഞ്ഞവളെ, തിങ്കൾക്കല പോലെ തിളങ്ങുന്ന മുഖം കൊണ്ട് വിളങ്ങുന്ന ദേവി, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വിചിത്രമായിട്ടുള്ള കിരീടം വെച്ച മുടി ഭംഗിയായി മടഞ്ഞ് ശോഭിക്കുന്നവളെ, തിളങ്ങുന്ന അരിഞ്ഞാണം കൊണ്ട് മന്ദരപർവ്വതം പോലെ നീ ശോഭിക്കുന്നു. ഉയർത്തിപ്പിടിച്ച മയിൽപ്പീലി കൊടിയാൽ നീ പ്രകാശിക്കുന്നു. കൗമാരവ്രതത്താൽ നീ സ്വർഗത്തെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് നിന്നെ വാഴ്ത്തുകയും പൂജിക്കുകയും ചെയ്യുന്നു. ദേവന്മാർ 3 ലോകത്തിൻ്റെയും രക്ഷയ്ക്കായി മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള നിന്നെ പൂജിക്കുന്നു. ദേവിമാരിൽ ശ്രേഷ്ഠയായവളെ, എന്നിൽ പ്രിയതയായി നീ മംഗളകാരിയാകണം. നീ ജയയാകുന്നു, നീ വിജയയാകുന്നു. യുദ്ധത്തിൽ വിജയം നൽകുന്നവളാകുന്നു. എനിക്ക് നീ വിജയം നൽകുക, വരം നൽകുക. നിന്റെ ശാശ്വതമായിട്ടുള്ള സ്ഥാനം വിന്ധ്യാപർവ്വതങ്ങളിലാണല്ലോ. കാളി, കാളി, മഹാകാളി, മദ്യവും മാംസവും ഇഷ്ടപ്പെടുന്നവളെ, ഭൂതങ്ങൾ പിന്തുടരുന്നവളാണല്ലോ നീ. സ്വാതന്ത്ര്യവും വരം നൽകുന്നവളും ആണല്ലോ നീ. നിന്നെ ഈ കഷ്ടകാലത്ത് നമസ്കരിക്കുന്നവർക്കും ഭൂമിയിൽ പ്രഭാതകാലത്ത് വണങ്ങുന്നവർക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ലഭിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല. ആപത്തിൽ നിന്ന് നീ കരകയറ്റുന്നു. അതുകൊണ്ട് ദുർഗ എന്ന് നിന്നെ ജനങ്ങൾ വിളിക്കുന്നു. കാട്ടിൽ വഴിതെറ്റിയവർക്കും കടലിൽ മുങ്ങിയവർക്കും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവർക്കും നീ ഉന്നതമായ ആശ്രയമാണല്ലോ. ജയയാത്രയിലും വലിയ കാട്ടിലും കൊടിയ കാട്ടിലും നിന്നെ ഓർത്താൽ മഹാദേവി മനുഷ്യരാരും തളരുകയില്ല. നീ കീർത്തിയും ഐശ്വര്യവും സിദ്ധിയും പ്രഭയും നാണവും വിദ്യയും ബുദ്ധിയും സന്തതിയുമാണ്. സദ്യ, നിദ്ര, പ്രഭ, നിശ, നിരാവെളിച്ചം, ദയ, ക്ഷമ ഇവയും ദേവിയാണല്ലോ. മനുഷ്യർക്ക് തടവ്, മടി, മക്കളുടെ മരണം, ധനനഷ്ടം, രോഗം, മരണം എന്നിവയെല്ലാം നിന്നെ പൂജിച്ചാൽ നീ അകറ്റിക്കളയുമല്ലോ. ദേവി, ഞാനാണെങ്കിൽ രാജ്യം നഷ്ടപ്പെട്ടവനാണ്. നിന്നെ അഭയം പ്രാപിച്ചവനാണ്. ഞാൻ തലകുനിച്ച് നിന്നെ വണങ്ങുന്നു. ദേവി, ദേവന്മാരുടെ ഈശ്വരി, ഞാൻ നിന്നെ വണങ്ങുന്നു. താമരക്കണ്ണുള്ളവളെ, എന്നെ കാത്തുകൊള്ളൂ. ദുർഗേ, നീ അഭയമാവുക. അഭയം നൽകുന്നവളെ, ഭക്തരോട് സ്നേഹമുള്ളവളെ. ഇപ്രകാരം പാണ്ഡവൻ സ്തുതിക്കവേ ആ ദേവി പ്രത്യക്ഷയായി അടുത്തിയെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു.
മഹാബലവാനായിട്ടുള്ള രാജാവേ, ഞാൻ പറയുന്ന വാക്കുകളെ കേട്ടാലും ഏറെ വൈകാതെ അങ്ങ് യുദ്ധത്തിൽ ജയിക്കും. എൻ്റെ അനുഗ്രഹത്താൽ നീ ശത്രുക്കളെ ജയിച്ച് കൗരവപ്പടയെ കൊന്ന് തടസ്സങ്ങളില്ലാതാക്കി തീർത്ത് രാജ്യത്തെ വീണ്ടും നേടി അനുഭവിച്ച് മടങ്ങുന്നതാണ്. സഹോദരന്മാരോടുകൂടി രാജാവേ, നീ സന്തോഷിക്കുന്നതാണ്. എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് സൗഖ്യവും ആരോഗ്യവും ഉണ്ടാവും. തടസ്സങ്ങളില്ലാതെ ഈ കീർത്തനം ചൊല്ലുന്നവർക്ക് സന്തോഷിച്ച് രാജ്യവും ആയുസ്സും രൂപവും പുത്രന്മാരും ഞാൻ നൽകുന്നതാണ്. പരദേശത്തെ വാസം, ശത്രുക്കൾ നിറഞ്ഞ യുദ്ധക്കളം, കാട്, ദുർഘടമായിട്ടുള്ള വഴി എന്നിവയിലും രാജാവേ, അങ്ങിപ്പോൾ എന്നെ ചിന്തിച്ചതുപോലെ എന്നെ ഓർത്താൽ അവർക്ക് ഈ ലോകത്തിൽ ലഭിക്കുവാൻ പ്രയാസമുള്ളതായിട്ട് ഒന്നും ഉണ്ടാകുന്നതല്ല. ഈ സ്തോത്രം ഭക്തിയോടുകൂടി കേൾക്കുന്നവനും ചൊല്ലുന്നവനും കാര്യങ്ങളെല്ലാം സാധിക്കുന്നതാണ്. എൻ്റെ അനുഗ്രഹത്താൽ വിരാടൻ്റെ നഗരത്തിൽ താമസിക്കുന്ന നിങ്ങളെ കൗരവർ തിരിച്ചറിയില്ല. ഇവിടെയുള്ള ജനങ്ങളാരും നിങ്ങളെ തിരിച്ചറിയില്ല. ഇപ്രകാരം യുധിഷ്ഠിരനോട് ദേവി അരുൾ ചെയ്ത് പാണ്ഡവരുടെ രക്ഷയ്ക്കായി അനുഗ്രഹിച്ച് അവിടെ തന്നെ അപ്രത്യക്ഷനായി. ഇനിയും മത്സ്യരാജ്യത്തേക്ക്, വിരാടൻ്റെ ഭാഗത്തേക്ക് യുധിഷ്ഠിരനാദികളായിട്ടുള്ള പാണ്ഡവരെല്ലാവരും പ്രവേശിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം യുധിഷ്ഠിരൻ്റെ പ്രവേശമാണ് വിശദമായിട്ട് വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. യുധിഷ്ഠിരൻ രത്നങ്ങൾ പതിപ്പിച്ചതും സ്വർണം കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ചൂതുകരുക്കൾ മുണ്ടിൻ്റെ തുമ്പിൽ കെട്ടിവെച്ച് അത് കക്ഷത്തിലൊതുക്കി വിരാട രാജാവിൻ്റെ സഭയിലേക്ക് ചെന്നു. വലിയ കീർത്തികളുള്ളവനും കുരുവംശത്തെ വളർത്തുന്നവനും രൂപം കൊണ്ട് ദേവന് തുല്യനുമായിട്ട് ശോഭിക്കുന്നവനുമായിട്ടുള്ള ആ വീരൻ മേഘങ്ങൾ മറച്ച സൂര്യനെപ്പോലെ, ആ ചാരം മൂടിയ തീയെപ്പോലെ വിരാട സഭയിലേക്ക് കടന്നു ചെന്നു. തൻ്റെ മുന്നിലേക്ക് വരുന്ന ഈ മഹാനുഭാവൻ ആരായിരിക്കുമെന്ന് വിരാടൻ സംശയത്തോടു കൂടിയിട്ട് നോക്കി. രാജാവ് എല്ലാവരോടും പ്രത്യേകമായി ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിച്ചു. വിരാട് രാജാവ് സ്വയമായി ചിന്തിച്ചു, ആരായിരിക്കും ഈ വരുന്നത്? സഭയിലേക്ക് വരുന്ന ഇദ്ദേഹം വേഷം കണ്ടൊരു ബ്രാഹ്മണനെ പോലെ തോന്നുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു രാജാവാണെന്നാണ്. ഇദ്ദേഹത്തിന് ദാസന്മാരും രഥവും ആനയും ഒന്നും കൂട്ടിനില്ലെങ്കിലും ഇന്ദ്രനെപ്പോലെ ശോഭിക്കുന്നതായി കാണുന്നു. ശരീരലക്ഷണം നോക്കുമ്പോൾ ഇദ്ദേഹം രാജാവാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നേരെ എൻ്റെ അടുത്തേക്കാണല്ലോ അദ്ദേഹം വരുന്നത്. സംശയമില്ല, ഒരു കുളത്തിലേക്ക് വരുന്ന ഗജരാജാവിനെ പോലെ ഇദ്ദേഹം ഇതാ മടിയില്ലാതെ വരികയാണ്. സംശയത്തിലായിട്ടുള്ള വിരാടനോട് അടുത്ത് ചെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാരാജാവേ, ജീവിക്കാനായി അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഞാൻ. എൻ്റെ എല്ലാ സമ്പാദ്യവും നശിച്ചു പോയിരിക്കുന്നു. ഇനിയും അങ്ങയുടെ അടുത്ത് അങ്ങയുടെ ഇഷ്ടം പോലെ വസിക്കാൻ ആഗ്രഹിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. ഉടനെ രാജാവ് അവനെ സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു. ഇങ്ങനെ യോഗ്യനായിട്ടുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയതിൽ രാജാവ് സന്തോഷിച്ചു. വളരെ സന്തോഷത്തോടെ രാജാവ് പറഞ്ഞു, അങ്ങയോട് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് ഏത് രാജ്യത്തിൽ നിന്നാണ് വരുന്നത്? അങ്ങയുടെ കുടുംബപ്പേരെന്താണ്? സത്യം പറയുക, അങ്ങ് എന്ത് ജോലിയാണ് അറിയുക? യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഞാൻ പണ്ട് യുധിഷ്ഠിരൻ്റെ സുഹൃത്തായിരുന്ന ബ്രാഹ്മണനാണ്. ചൂതുകളിയിൽ എനിക്ക് നല്ല അറിവുണ്ട്, കളിക്കുകയും ചെയ്യാം. പേര് കങ്കൻ എന്നാണ്. വിരാടൻ പറഞ്ഞു, അങ്ങ് എന്ത് വരമാണ് വേണ്ടതെങ്കിലും പറഞ്ഞോളൂ. അങ്ങ് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ രാജ്യമായിട്ടുള്ള മത്സ്യരാജ്യം ഭരിച്ചോളൂ. ഞാൻ അങ്ങയുടെ കീഴിലാണ്. ചൂതുകളിയിൽ താല്പര്യമുള്ളവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ദേവനെ പോലെയുള്ള അങ്ങ് രാജ്യം ഭരിക്കാൻ തന്നെ യോഗ്യനാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ചൂതുകളിയിൽ തോറ്റവൻ ജയിച്ചവനോട് വഴക്കിടാതിരിക്കില്ല. വലിയവരോട് ഇളയവൻ ചൂതിൽ ജയിച്ചാൽ ഉറപ്പായും വഴക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന വരം, കളിയിൽ എന്നോട് തോൽക്കുന്നവരാരും എനിക്ക് പണയമൊന്നും തരേണ്ടതില്ല. ഈ ഒരു വരം അങ്ങ് എനിക്ക് തന്നരുളണം. വിരാടൻ പറഞ്ഞു, അങ്ങേ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവനെ ഞാൻ കൊന്നുകളയും. അവൻ ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ നാട് കടത്തും. എൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാം കേൾക്കൂ. എൻ്റെ ഭൂമിക്ക് ഞാൻ നാഥനാണെന്നതുപോലെ കങ്കനും നാഥനാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. വസ്ത്രം, കുടിനീർ, ഭക്ഷണം, വാഹനം എന്നിവയിലെല്ലാം ഈ കങ്കൻ എനിക്ക് തുല്യനായിരിക്കും. എൻ്റെ വാതിൽ അങ്ങയുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതെ തുറന്നു തന്നെയിരിക്കും. കൊട്ടാരത്തിനകത്തും പുറത്തും സ്വതന്ത്രനായി അങ്ങേക്ക് പെരുമാറാം. ജീവിതത്തിൽ കഷ്ടപ്പെട്ട ആരെങ്കിലും അങ്ങയോട് പരാതി പറയുകയാണെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ അപ്പോൾ നൽകുന്നതാണ്. എൻ്റെ അടുക്കൽ പെരുമാറുന്നതിന് അങ്ങേക്ക് പേടിയൊന്നും വേണ്ട. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം വിരാട് രാജാവുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ആ ഉത്തമ പുരുഷൻ ബഹുമാനത്തോടു കൂടിയിട്ട് സുഖമായി അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ രഹസ്യവും ചരിത്രവും അവിടെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭീമസേനൻ്റെ വിരാട രാജ്യത്തേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചിട്ടാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അതിനുശേഷം മഹാബലവാനായിട്ടുള്ള ഒരാൾ സിംഹത്തെപ്പോലെ നടന്ന് രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു ചട്ടകവും ഒരു കടക്കോലുമുണ്ട്. പിന്നെ ഉറയില്ലാത്ത ഒരു വാളുമുണ്ട്. അവൻ കാഴ്ചയിൽ ഒരു പാചകക്കാരനെ പോലെയാണ്. എന്നാൽ അവൻ സൂര്യനെ പോലെ തിളക്കമുള്ളവനാണ്. കറുത്ത വസ്ത്രങ്ങളാണ് അവൻ ഉടുത്തിരുന്നത്. എന്നാൽ അവൻ ഒരു മലയെപ്പോലെ ഗൗരവമുള്ളവനാണ്. രാജാവിൻ്റെ മുന്നിലെത്തി അവൻ നിന്നു. വലിയ തേജസ്സുള്ള അവൻ വരുന്നത് കണ്ടപ്പോൾ രാജാവ് അടുത്തുണ്ടായിരുന്ന ജനങ്ങളോട് ചോദിച്ചു, സിംഹത്തെപ്പോലെ ശോഭിക്കുന്നവനും സുന്ദരനുമായിട്ടുള്ള ഈ യുവാവ് ആരായിരിക്കും? ഇവനെ മുമ്പ് എങ്ങും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നേയില്ല. ഇവൻ സൂര്യനെപ്പോലെ തേജസ്വിയാണ്. ആലോചിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല.
ഉത്തമ പുരുഷനായിട്ടുള്ള ഇവൻ ഒരു സാധാരണ മനുഷ്യനല്ല. ഇയാൾക്ക് ഒരു പേടിയും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇവൻ ഇനി ഗന്ധർവരാജാവാണോ അതോ ദേവരാജാവാണോ? ആരാണിവൻ? ആരായാലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തോ ഒന്ന് അത് ഞാൻ നൽകും. ആരായാലും അവൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഞാൻ നൽകും. വിരാട് രാജാവ് പറഞ്ഞു വിട്ട ഒരു സേവകൻ അവനെ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. രാജാവ് അവനോട് ചോദിച്ചതിന് ഉത്തരമായി അവൻ വിരാട് രാജാവിൻ്റെ വശത്ത് വണങ്ങി നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. രാജാവേ, ഞാനൊരു പാചകക്കാരനാണ്. എൻ്റെ പേര് വല്ലഭൻ എന്നാണ്. എന്നെ അങ്ങ് സ്വീകരിച്ചാലും നന്നായി കറികൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. രാജാവേ, ഞാനൊരു പാചകക്കാരനാണ്. എൻ്റെ പേര് വല്ലഭൻ എന്നാണ്. എന്നെ അങ്ങ് സ്വീകരിച്ചാലും നന്നായി കറികൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. വിരാടൻ പറഞ്ഞു. എടോ വല്ലവാ, നീ തേരാളിയാണോ? എനിക്ക് ബോധ്യമാകുന്നില്ല. നീ ഇന്ദ്രനെ പോലെ വിളങ്ങുന്നുണ്ടല്ലോ. ഐശ്വര്യവും രൂപവും പരാക്രമവും തികഞ്ഞവനായിട്ടുള്ള നീ ജനക്കൂട്ടത്തിൽ രാജാവിനെ പോലെയാണല്ലോ തിളങ്ങി കാണപ്പെടുന്നത്. ഭീമൻ പറഞ്ഞു. രാജാവേ, അങ്ങയുടെ സേവനാകുന്ന എനിക്ക് വെറും കറി വയ്ക്കാൻ മാത്രമാണ് അറിയാവുന്നത്. ആ പാചകവിധികളെയൊക്കെ പണ്ട് യുധിഷ്ഠിര മഹാരാജാവ് പുകഴ്ത്തിയിട്ടുള്ളതാണ്. ശക്തിയിൽ എന്നോട് തുല്യനായിട്ട് ഒരാളുമില്ല. മൽപ്പിടുത്തം എനിക്ക് നല്ല രീതിയിൽ അറിയാം. അങ്ങയുടെ സന്തോഷത്തിന് സിംഹങ്ങളോട് പോലും പൊരുതാൻ ഞാൻ തയ്യാറാണ്. വിരാടൻ പറഞ്ഞു. വല്ലവാ, ഞാൻ നിനക്ക് ആവശ്യമുള്ള വരം തരുന്നുണ്ട്. നീ അടുക്കളയുടെ അധിപനായിക്കൊള്ളുക. പക്ഷേ ഞാൻ തരുന്ന ഈ തൊഴിൽ നിനക്ക് ചേർന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നീ സമുദ്രം ചുറ്റപ്പെട്ട ഭൂമിയുടെ എല്ലാം അധികാരിയായിരിക്കാൻ തക്ക യോഗ്യനാണ്. നിന്റെ ആഗ്രഹം പക്ഷേ ഞാൻ ചെയ്തു തന്നേക്കാം. നീ അടുക്കളയിൽ മേൽനോട്ടക്കാരനായിട്ട് നിന്നുകൊള്ളുക. എല്ലാ പണിക്കാർക്കും നേതാവായി നീ അവിടെ ജോലിയിൽ പ്രവേശിച്ചുകൊള്ളുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇങ്ങനെ അടുക്കളയിൽ പ്രവേശിച്ച ഭീമൻ രാജാവിൻ്റെ സേവകനായി തീർന്നു. അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഭീമനെ അവിടെയുള്ള ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്നത് ദ്രൗപദിയുടെ പ്രവേശനമാണ്. കറുത്ത് മിനുത്ത് മൃദുവായ നല്ല മുടി തലയിൽ ചുറ്റി തൂക്കി ചായച്ച് കെട്ടി പുഞ്ചിരിയോടെ മുടി വലത്തോട്ട് ഒതുക്കി വെച്ച് ആ കറുത്ത കണ്ണുകളുള്ള ദ്രൗപദി മുഷിഞ്ഞ ഒരു നീണ്ട വസ്ത്രം ചുറ്റി സൈരന്ധ്രിയുടെ വേഷത്തിൽ സങ്കടത്തോടു കൂടിയിട്ട് നടന്നു. അവളെ കണ്ട ഒരുപാട് പുരുഷന്മാർ ഓടിയെത്തി ചുറ്റും കൂടി. അവർ ചോദിച്ചു, നീ ആരാണ്? എന്ത് ചെയ്യാനാണ് പോകുന്നത്? അവരോട് ദ്രൗപദി പറഞ്ഞു, ഞാനൊരു സൈരന്ധ്രിയാണ്. എന്നെ ആരുടെയെങ്കിലും വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഞാൻ പണിയെടുത്തുകൊള്ളാം. അവളുടെ രൂപവും വേഷവും മധുരമായിട്ടുള്ള വാക്കും കേട്ടവരൊക്കെ ഇവൾ ഭക്ഷണത്തിന് വന്ന ദാസിയല്ല എന്ന് മനസ്സിലാക്കി. വിരാട രാജാവിൻ്റെ ഭാര്യയായ കൈകേയി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളവളാണ്. അവൾ ആ സമയത്ത് കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരുന്ന് താഴോട്ട് നോക്കിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാഞ്ചാലിയെ കണ്ടു. ഒറ്റ വസ്ത്രം ധരിച്ച് അനാഥയായിട്ടുള്ള സുന്ദരിയെ കണ്ടപ്പോൾ അവൾ വിളിച്ചു ചോദിച്ചു, ഭദ്രേ, നീ എന്തിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ദ്രൗപദി മറുപടി പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ വന്നത്. എന്നെ ആരെങ്കിലും നിർത്തുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പണിയെടുത്ത് ജീവിച്ചുകൊള്ളാം. സുദേക്ഷണ പറഞ്ഞു, ഇത്രയും സൗന്ദര്യമുള്ളവർ ഇത്തരത്തിൽ ദാസപ്പണിക്ക് നിൽക്കുകയില്ല. അങ്ങനെ നിൽക്കേണ്ടവളുമല്ല. സുദേഷണ പറഞ്ഞു. കൈകൈക്ക് സുദേഷണ എന്നുള്ള പേരും കൂടിയുണ്ട്. ഇത്ര സൗന്ദര്യമുള്ളവർ ഇത്തരത്തിൽ ദാസ്യപ്പണിക്ക് നിൽക്കുകയില്ല. ഇങ്ങനെ നിൽക്കേണ്ടവളുമല്ല. ആജ്ഞകൾ കേൾക്കേണ്ടവളല്ല നീ ആജ്ഞാപിക്കേണ്ടവളാണ്. നീ എത്രയോ ദാസന്മാരോടും കൽപ്പിച്ച് ജീവിക്കേണ്ടവളാണ്. കാശ്മീരത്തിലെ പെൺകുതിരയെപ്പോലെ വേണ്ടതൊക്കെ തികഞ്ഞ അവയവഭംഗിയുള്ളവളും നല്ല കൺപീലിയും കണ്ണുകളും തുണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളും ശംഖ് പോലെയുള്ള കഴുത്തുള്ളവളും നല്ല അരക്കെട്ടുള്ളവളും പൂർണ്ണേന്ദ്രൻ്റെ തിളങ്ങുന്ന മുഖമുള്ളവളുമായിട്ടുള്ള നീ എങ്ങനെ ദാസിപ്പണിക്ക് അർഹയാകും? താമര കണ്ണുള്ളവളായി ശരത്കാലത്തെ താമരയുടെ മണത്തോടെ പ്രകാശിക്കുന്ന നീ താമരയിൽ ജനിച്ചത് ലക്ഷ്മി ദേവിയെപ്പോലെ വിളങ്ങുന്നു. ഭദ്രേ, നീ പറയുക, നീ ആരാണ്? ഒരിക്കലും ദാസിയാണെന്ന് തോന്നുന്നില്ല. നീ ദേവിയാണോ? ഗന്ധർവസ്ത്രീയാണോ? അപ്സരസാണോ? വിദ്യാധരിയാണോ? കിന്നരിയാണോ? നീ ദേവകന്യകയാണോ? അതോ നീ നാഗകന്യകയാണോ? നീ ഏതെങ്കിലും ദേവൻ്റെ ഭാര്യയാണോ? ദേവിമാരിൽ ആരാണ് നീ? ദ്രൗപദി പറഞ്ഞു, ഞാൻ ഗന്ധർവസ്ത്രീയല്ല, രാക്ഷസ്ത്രീയുമല്ല. ഞാനൊരു ദാസിയാണ്, സൈരന്ധ്രിയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് തലമുടി വേണ്ട വിധം കെട്ടിവെക്കാനറിയാം. ചന്ദനക്കുറികൾ അരച്ചുണ്ടാക്കാനും അറിയാം. മുല്ല, കരിങ്കോളം, ചെമ്പകം മുതലായ പുഷ്പങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള മാലകൾ കെട്ടാനും എനിക്കറിയാം. ഞാൻ കൃഷ്ണൻ്റെ പ്രിയപത്നിയായിട്ടുള്ള സത്യഭാമയെ സേവിച്ചിട്ടുണ്ട്. കുരുവംശത്തിലെ സുന്ദരിയും പാണ്ഡവപത്നിയായിട്ടുള്ള പാഞ്ചാലിയെ ഞാൻ സേവിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്തും സഞ്ചരിച്ച് നല്ല ആഹാരം കിട്ടുന്നിടത്തൊക്കെ കൂടും. നല്ല വസ്ത്രങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ കൂടുതൽ സന്തോഷം എന്തു വേണം? എൻ്റെ പേര് മാലിനി എന്നാണ്. പേരെടുത്ത ദ്രൗപദി തന്നെയാണ് എനിക്ക് പേരിട്ടത്. അങ്ങനെയുള്ള ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൽ വന്നെത്തി. സുദേഷണ പറഞ്ഞു, ഹേ സൈരന്ധ്രി, നിന്നെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ രാജാവ് നിന്നെ കൊതിക്കാതെ നോക്കണം. കൊട്ടാരത്തിലുള്ള സ്ത്രീകളും പോലും നിന്നെ അസൂയയോടെയാണ് നോക്കുന്നത്. പിന്നെ ഏതൊരു പുരുഷനെയാണ് നീ മയക്കാതിരിക്കുക? സുന്ദരി, എൻ്റെ കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലും നിന്നെ കണ്ട് തലകുനിക്കുന്നു. നീ ഏതൊരു പുരുഷനെയാണ് മയക്കാതിരിക്കുക? വിരാട രാജാവ് നിൻ്റെ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടാൽ എന്നെ വിട്ട് നിന്നിൽ അലിഞ്ഞു പോകാതിരിക്കുകയില്ല, തീർച്ചയാണ്. സുന്ദരി, നീ ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു പുരുഷനെ നോക്കിയാൽ അവൻ്റെ കാര്യം തീർന്നു. പിന്നെ അവൻ കാമൻ്റെ കയ്യിലെ തടവുകാരനായി.
പുഞ്ചിരിക്കുന്നവളെ, ഏത് പുരുഷനാണോ സുന്ദരിയായിട്ടുള്ളതെന്ന് ഞാൻ നോക്കുന്നത്, അവൻ ആ നിമിഷം മുതൽ കാമൻ്റെ കയ്യിൽ അകപ്പെട്ടത് തന്നെ. മനുഷ്യൻ ആത്മഹത്യയ്ക്കായി മരത്തിൽ കയറുന്നത് പോലെയാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. രാജകൊട്ടാരത്തിൽ ഞാൻ നിന്നെ താമസിപ്പിച്ചാൽ അതിൻ്റെ നാശത്തിനായിരിക്കും കാരണം, സംശയമില്ല. ദ്രൗപദി പറഞ്ഞു, വിരാടൻ എന്നെ കിട്ടുകയില്ല, വേറെ ഒരു മനുഷ്യനും എന്നെ കിട്ടുകയില്ല. യുവാക്കളായിട്ടുള്ള 5 ഗന്ധർവന്മാരാണ് എൻ്റെ ഭർത്താക്കന്മാർ. സൽഗുണവാനായിട്ടുള്ള ഒരു ഗന്ധർവരാജാവിൻ്റെ 5 പുത്രന്മാരാണവർ. അവർ നിത്യവും എന്നെ സംരക്ഷിക്കും. അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. എച്ചിൽ തരാതെ കാൽ കഴിക്കാതെ എന്നെ താമസിപ്പിക്കുന്നവരോട് എൻ്റെ കരുത്തരായിട്ടുള്ള ഗന്ധർവന്മാർക്ക് പ്രീതിയുണ്ടാവും. മറ്റു പെണ്ണുങ്ങളെപ്പോലെ ഏതെങ്കിലും പുരുഷൻ കാമിച്ചു വന്നിട്ട് എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അന്ന് രാത്രി തന്നെ അവൻ വധിക്കപ്പെടും. രാജ്ഞി, എന്നെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. വാശിക്കാരനായിട്ടുള്ള എൻ്റെ ഭർത്താക്കന്മാർ വലിയ ബലവാന്മാരാണ്. അവർ ഒളിച്ചു നിന്ന് എന്നെ കാക്കുന്നവരാണ്. സുദേഷണ പറഞ്ഞു, ഹേ സുന്ദരി, നിന്നെ ഞാൻ നിൻ്റെ ഇഷ്ടം പോലെ ഇവിടെ താമസിപ്പിക്കാം. കാലും എച്ചിലും നീ ഒരിക്കലും തൊട്ടുപോകരുത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം വിരാടൻ്റെ ഭാര്യ കൃഷ്ണയെ സമാശ്വസിപ്പിച്ചു. ദ്രൗപദി ആ കൊട്ടാരത്തിൽ പതിവ്രതയായി തൻ്റെ ധർമ്മം തെറ്റാതെ കഴിഞ്ഞു. ജനമേജയ, അവളെ ആ രാജ്യത്താരും തിരിച്ചറിഞ്ഞില്ല. അടുത്തത് നമ്മൾ കേൾക്കുന്നത് സഹദേവൻ്റെ വിരാട രാജ്യത്തേക്കുള്ള പ്രവേശനമാണ്. സഹദേവൻ ഇടയൻ്റെ വേഷമെടുത്തിട്ട് അവർക്ക് ചേരുന്ന ഭാഷയും സംസാരിച്ച് വിരാടൻ്റെ അടുത്തെത്തി. കൊട്ടാരത്തിനടുത്തുള്ള തൊഴുത്തിനടുത്ത് നിൽക്കുമ്പോൾ രാജാവ് അത്ഭുതത്തോടു കൂടിയിട്ട് അവനെ നോക്കി. ഭൃത്യന്മാരെ അയച്ച് തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ശോഭയോടു കൂടിയിട്ട് വരുന്ന ആ ഉത്തമ പുരുഷനെ അടുത്തേക്ക് വിളിച്ച് രാജാവ് ചോദിച്ചു, നീ ആരുടെ മകനാണ്? എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് വരുന്നത്? നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താണ് അങ്ങയുടെ ആഗ്രഹമെന്ന് പറയുക. രാജാവിൻ്റെ സമീപത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ട് അവൻ പറഞ്ഞു, രാജാവേ, ഞാൻ വൈശ്യജാതിയിൽപ്പെട്ടവനാണ്. തന്തിവാലൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ കുരുവംശജരുടെ പശുക്കളെ സംരക്ഷിക്കുന്നവനായിരുന്നു. എനിക്ക് അങ്ങയുടെ അടുത്ത് താമസിക്കാൻ ആഗ്രഹമുണ്ട്. പുരുഷ സിംഹങ്ങളായിട്ടുള്ള പാണ്ഡവർ എവിടെയോ പോയി. ജോലിയില്ലാതെ ജീവിക്കാൻ എനിക്ക് പ്രയാസമാണ്. അങ്ങനെയല്ലാതെ ഇനി മറ്റൊരാളെയും യജമാനായിട്ട് സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിരാടൻ പറഞ്ഞു, നീ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആണെന്നേ നിന്നെ കണ്ടിട്ട് തോന്നുള്ളൂ. രൂപം കൊണ്ട് രാജതേജസ്സുള്ള നീ വൈശ്യൻ്റെ ജോലിക്ക് ചേർന്നവനായി എനിക്ക് തോന്നുന്നില്ല. സത്യം പറയൂ, നീ ഏത് രാജാവിൻ്റെ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? എന്ത് വിദ്യയാണെന്ന് എനിക്കറിയുക. നീ ഇവിടെ എന്ത് ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് ഞാൻ എന്ത് ശമ്പളം തരണം? സഹദേവൻ പറഞ്ഞു, പഞ്ചപാണ്ഡവരിൽ വലിയവനായിട്ടുള്ള യുധിഷ്ഠിരന് പല ഇനങ്ങളിലായി 8 ലക്ഷം പശുക്കളുണ്ടായിരുന്നു. 10,000 പശുക്കൾ വേറെയും. അവരുടെയൊക്കെ സംരക്ഷകൻ ഞാനായിരുന്നു. പശുക്കളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. 10 യോജന ചുറ്റളവുള്ള സ്ഥലത്താണ് ഞാൻ പശുക്കളെ നിർത്തിയിരുന്നത്. അവയുടെ എല്ലാ വിവരവും ആ 10 യോജനയിലുള്ളതിലൊക്കെ ഞാൻ കൃത്യമായി അറിഞ്ഞിരുന്നു. യുധിഷ്ഠിര മഹാരാജാവിന് എൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം. എന്നെ ആ കുരുവീരൻ അഭിനന്ദിച്ചിരുന്നു. എൻ്റെ സംരക്ഷണയിൽ പശുക്കൾ വർദ്ധിച്ചു വരുന്നത് ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പശുക്കളെ സംരക്ഷിക്കാനുള്ള എല്ലാ വിദ്യകളും എനിക്ക് വശമാണ്. അതാണ് എൻ്റെ പ്രധാന തൊഴിൽ. പ്രത്യേക ലക്ഷണങ്ങളുള്ള കാളകളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ലക്ഷണങ്ങളൊത്ത ലക്ഷക്കണക്കിന് പശുക്കൾ എനിക്കുണ്ട്. ആ പശുക്കളെയും അവരുടെ ഇടയന്മാരെയും ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഇനി മുതൽ എൻ്റെ എല്ലാ പശുക്കളും അങ്ങയുടെ മേൽനോട്ടത്തിലായിരിക്കും. അങ്ങനെ രാജാവിൻ്റെ വിശ്വാസപാത്രമായി സഹദേവൻ ആ നാട്ടിൽ സുഖമായി കഴിഞ്ഞു. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. രാജാവ് അവന് വേണ്ടത്ര ശമ്പളവും നൽകിയിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് അർജുനൻ്റെ പ്രവേശനമാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നീട് സ്ത്രീകളുടെ ആഭരണങ്ങൾ അണിഞ്ഞ് മനോഹരമായിട്ടുള്ള രൂപമുള്ള ഒരു പുരുഷൻ കൊട്ടാരവാതിൽ കടന്നു വന്നു. കാതുകളിൽ കമ്മലുകളും കൈകളിൽ സ്വർണം കൊണ്ട് കെട്ടിയ ശംഖോളകളും ധരിച്ച് തലമുടി അഴിച്ചിട്ട് ആ വീരൻ ഭൂമി കുലുങ്ങുമാർ നടന്ന് വിരാടസഭയെ സമീപിച്ചു. വലിയ തേജസ്സോട് വന്ന അവനെ കണ്ടപ്പോൾ വേഷം മാറിയിരുന്നത് കാരണം ഇന്ദ്രപുത്രനാണെന്ന് ആരും അറിഞ്ഞില്ല. ഇവൻ എവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെയൊരു പുരുഷനെക്കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആരും കണ്ടതായും പറയുന്നില്ലല്ലോ. വിരാട രാജാവ് ഇങ്ങനെ ചിന്തിച്ചു. ഈ വിസ്മയത്തോടു കൂടിയിട്ട് വിരാടൻ സദസ്യരോട് ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അടുത്തു വന്ന ആ വീരനോട് രാജാവ് ചോദിച്ചു, ഈ കമ്മലുകളും സ്വർണ്ണവളകളും നീണ്ട മുടി ഉപേക്ഷിച്ച് അമ്പും വെല്ലുമെടുത്ത് എന്നെപ്പോലെയോ എൻ്റെ പുത്രന്മാരെ പോലെയോ പുറപ്പെടേണ്ടവനാണല്ലോ അങ്ങ്. ഞാൻ വയസ്സനായിരിക്കുന്നു. ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രാജ്യം നോക്കി അങ്ങ് സംരക്ഷിക്കൂ. ഇത്രയും ലക്ഷണങ്ങളൊത്ത ഒരു പുരുഷൻ ഒരിക്കലും പേടിത്തൊണ്ടനായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അർജുനൻ പറഞ്ഞു, രാജാവേ, ആടാനും പാടാനും കൊട്ടാനും ഒക്കെ എനിക്കറിയൂ. നൃത്തത്തിലും പാട്ടിലും ഞാൻ മിടുക്കനാണ്. അങ്ങ് എന്നെ അങ്ങയുടെ മകളായിട്ടുള്ള ഉത്തരയുടെ അടുത്തേക്ക് അയച്ചാലും അവളുടെ നൃത്തം പഠിപ്പിക്കുന്നവനായി ഞാൻ അന്തപുരത്തിൽ താമസിച്ചുകൊള്ളാം. എനിക്ക് അച്ഛനും അമ്മയുമില്ല. എൻ്റെ പേര് ബൃഹന്നള എന്നാണ്. ഞാനൊരു കുമാരനോ കുമാരിയോ ആണ്. വിരാടൻ പറഞ്ഞു, അല്ലയോ ബൃഹന്നളെ, ഞാൻ നിനക്ക് വരം തരാം. നീ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുക. എന്നാൽ പെൺകുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന തൊഴിൽ നിനക്ക് പറ്റിയതല്ല എന്നെനിക്ക് തോന്നുന്നു. ഈ ഭൂമി മുഴുവൻ പഠിക്കാൻ യോഗ്യനാണ് നീ. എങ്കിലും നീ ചോദിച്ച പ്രകാരം എൻ്റെ മകളെ നൃത്തവും പാട്ടും പഠിപ്പിച്ച് ഇവിടെ താമസിച്ചുകൊള്ളുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. നൃത്തത്തിലും പാട്ടിലും മിടുക്കനായിട്ടുള്ള ബൃഹന്നളയെ കുമാരികളുടെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് രാജാവ് മന്ത്രിമാരുമായിട്ട് ആലോചിച്ചിട്ട് സ്ത്രീകളെ കൊണ്ട് അവൻ്റെ ശരീരം പരിശോധിപ്പിച്ചു.
ബൃഹന്നള നപുംസകം തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനപ്രകാരം അർജുനൻ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. അവൻ വിരാട രാജകുമാരിയെ പാട്ടും കൊട്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെയും തോഴിമാരുടെയും പ്രിയപ്പെട്ടവനായി അവനവിടെ കഴിഞ്ഞിരുന്നു. ഇപ്രകാരം വീരനായിട്ടുള്ള അർജുനൻ ആ കൊട്ടാരത്തിൽ ആരാലും തിരിച്ചറിയാനാവാതെ അവിടെ സുഖമായി കഴിഞ്ഞു. അടുത്തത് നമ്മൾ കേൾക്കുന്നത് നകുലൻ്റെ പ്രവേശനമാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. സൂര്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതുപോലെ നകുലൻ വിരാടപുരത്തിലേക്ക് പ്രവേശിച്ചു. നാട്ടുകാർ അത്ഭുതത്തോടു കൂടിയിട്ട് അവനെ നോക്കി നിന്നു. കുതിരകൾ നിൽക്കുന്ന സ്ഥലം നോക്കി അവൻ നടക്കുന്നത് വിരാട രാജാവ് കണ്ടു. ആ രാജാവ് തൻ്റെ സേവകനോട് ചോദിച്ചു, ദേവതുല്യനായിട്ടുള്ള ആ യുവാവ് ആരായിരിക്കും? അവൻ കുതിരകളെ നോക്കുന്നതിൽ മിടുക്കനാണെന്ന് തോന്നുന്നു. തീർച്ചയായും അവൻ ആ വിദ്യയിൽ അറിവുള്ളവനാണ്. അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഒരു ദേവനെപ്പോലെ അവൻ ശോഭിക്കുന്നത് നോക്കൂ. സേവകൻ അവനെ രാജാവിൻ്റെ അടുത്തെത്തിച്ചു. ഉടനെ അവൻ പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് വിജയമുണ്ടാകട്ടെ, ശുഭം സംഭവിക്കട്ടെ. ഞാൻ കുതിരകളുടെ കാര്യത്തിൽ അറിവുള്ളവനാണ്. ഞാൻ അങ്ങയുടെ സേവകനായി ഇവിടെ താമസിച്ചുകൊള്ളാം. വിരാടൻ പറഞ്ഞു, വാഹനം, വീട്, ധനം എന്നിവയൊക്കെ ഞാൻ അങ്ങേക്ക് നൽകാം. അങ്ങ് എനിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു സേവകനായിട്ടിരിക്കുക. നീ എവിടെ നിന്ന് വരുന്നു? ഏതാണ് രാജ്യം? എന്തിനാണ് വന്നത്? പേരെന്താണ്? എന്ത് ജോലിയാണ് നീ പഠിച്ചിട്ടുള്ളത്? നകുലൻ പറഞ്ഞു, പഞ്ചപാണ്ഡവരിൽ പ്രമുഖനും മൂത്തവനുമായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ കുതിര സംരക്ഷകനായിരുന്നു പണ്ട് ഞാൻ. അദ്ദേഹമാണ് എന്നെ ആ ജോലിയിൽ നിയമിച്ചത്. കുതിരകളുടെ സ്വഭാവമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയെ മെരുക്കാനും എനിക്കറിയാം. കുതിരകളെ വളരെ വേഗത്തിൽ ഓടിക്കാനും എനിക്കറിയാം. അവയ്ക്കുള്ള രോഗത്തിലുള്ള ചികിത്സയും അറിയാം. ഞാൻ നോക്കി സംരക്ഷിക്കുന്ന കുതിരകൾക്ക് ഒരു രോഗവും വരികയില്ല. ഏത് പെൺകുതിരയും ഞാൻ ഇണക്കും. യുധിഷ്ഠിര രാജാവിനെ ഗ്രന്ഥികൻ എന്നാണ് വിളിക്കുക. ആ പേര് തന്നെ മറ്റുള്ളവരും വിളിക്കുന്നു. വിരാടൻ പറഞ്ഞു, എൻ്റെ സകല കുതിരകളും വാഹനങ്ങളും എല്ലാം നിനക്ക് അധീനമാണ്. എൻ്റെ കീഴിലുള്ള സാരഥികളും കുതിരപാലകന്മാരുമൊക്കെ ഇനിമേൽ നിന്നെ ആശ്രയിച്ച് നിൽക്കും. നീ അവരുടെയൊക്കെ മേലധികാരിയായി കാര്യങ്ങൾ നോക്കണം. നിൻ്റെ ഇഷ്ടം ഇതാകിയാൽ എനിക്കും ഇതിഷ്ടമാണ്. എന്ത് ശമ്പളം തരണം എന്നുകൂടി പറയുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ദേവതുല്യനായിട്ടുള്ള നിനക്ക് കുതിരനേട്ടക്കാരൻ്റെ ഉദ്യോഗം ചേരുന്നതല്ല എന്നാണ്. ഒരു രാജാവിന് തുല്യമായിട്ടുള്ള യോഗ്യത നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. യുധിഷ്ഠിര രാജാവിനെ കാണുന്നത് പോലെയുള്ള സന്തോഷം എനിക്ക് നിന്നെ കാണുമ്പോൾ തോന്നുന്നു. സ്വന്തം സേവകരെയൊക്കെ വിട്ട് വനത്തിൽ വസിച്ച് എങ്ങനെ ആ രാജാവ് സുഖം ഉപേക്ഷിച്ച് കഴിയുന്നു? വൈശമ്പായനൻ പറഞ്ഞു. പ്രകാരം ഗന്ധർവനെ പോലെ ഇരിക്കുന്ന യുവാവായിട്ടുള്ള നകുലൻ വിരാട രാജാവിനാൽ സന്തോഷത്തോടു കൂടിയിട്ട് ആദരിക്കപ്പെട്ടു. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവർ കഴിവുള്ളവനായി അവൻ ആ നഗരത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചു. ഇപ്രകാരം കാഴ്ചയിൽ ശോഭയുള്ള പാണ്ഡവന്മാർ മത്സ്യരാജ്യത്ത് പ്രതിജ്ഞ തെറ്റാതെ താമസിച്ചു. കടൽ വരെയുള്ള ഭൂമി ഭരിച്ചവരായിട്ടുള്ള അവർ അജ്ഞാതവാസത്തിൽ സകല വീരവും അടക്കിവെച്ച് അവിടെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. നമ്മൾ വിരാടപർവ്വത്തിലെ പാണ്ഡവ പ്രവേശ പർവം എന്നുള്ള ഒരു ചെറിയ പർവ്വം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.